ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കനികയും ഗോവിന്ദനെയും ഒക്കെ മുത്തശ്ശൻ നേരിട്ട് ക്ഷണിക്കുകയാണ്. വീട്ടിലൊരു VIP ഗസ്റ്റ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും എത്തണം. അപ്പോൾ ഗോവിന്ദനെ പ്രത്യേകം വിളിച്ചിട്ട് പറയുന്നു, കനികയെ വിളിച്ചിട്ട് മുത്തശ്ശി പറയുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ വീട്ടിലും ഒരു VIP വരുന്നുവെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ വീട്ടിലും ഏറ്റവും സ്ഥാനം അർഹിക്കുന്നവർ, അതൊരു നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടും ഏറ്റവും കഷ്ടപ്പാട് സഹിച്ചിട്ട് നമ്മുടെ എല്ലാ നിലനിൽപ്പിൻ്റെയും ആധാരം എന്നുള്ള നിലയിൽ ഒരു VIP ആണ് വരുന്നത്. അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് പറയുന്നത് മുത്തശ്ശൻ. അതിനിടയിലാണെങ്കിൽ ജലജയെടുത്ത് നാഗേന്ദ്രൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്രൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ജലജയ്ക്ക് അറപ്പാണ്. അത്രയ്ക്ക് ഒരു മോശം ക്യാരക്ടറായിട്ടാണ് ജലജയ്ക്ക് തന്നെ നാഗേന്ദ്രനെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ജാനകിയാണെങ്കിൽ തൻ്റെ മകൻ MD ആയതിനു ശേഷമാണ് ജ്വല്ലറി എല്ലാം ഉയർച്ചയും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ്. ഈ ഒരു സമയത്ത് ജലജ പറയുന്നുണ്ട്, ഏതെങ്കിലും കാരണവശാൽ ഇനിയിപ്പോൾ ആദർശ് തിരിച്ചെത്തിയാൽ ഈ ഒരു സ്ഥാനം പോകും എന്നൊക്കെയുള്ള മറ്റും. അപ്പോൾ ജാനകി പറയുന്നില്ല, എൻ്റെ മകൻ എത്തിയതിന് ശേഷമാണ് ഇത്രയും ഉയർച്ചയിലെത്തിയതും ഇത്രയും നേട്ടങ്ങളുണ്ടായത്, അപ്പോൾ ഒരിക്കലും മോൻ ഇറങ്ങി കൊടുക്കണ്ട എന്നുള്ള രീതി. പക്ഷേ അനി പറയുന്നത് തനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥാനം ഏട്ടനെ ഏൽപ്പിക്കണം, ഈ വിജയത്തിനെല്ലാം വിലേട്ടനാണെന്ന് അനി തറപ്പിച്ച് പിന്നെയും പറയുകയാണ്. പക്ഷേ അതൊന്നും ജാനകി അംഗീകരിക്കുന്നില്ല. ജാനകിയുടെ മനസ്സിൽ ഇനിയിപ്പോൾ MD സ്ഥാനം കൊടുക്കരുത്, ആ ഒരു സ്ഥാനത്ത് അനി തന്നെ തുടരണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണ് അങ്ങനെ പറയുന്നു. അപ്പോൾ അജയനും ഒക്കെ അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. കാരണം ആദർശാണ് അതിനെ എല്ലാത്തിനും കാരണമെന്നാണ് പറയാം. അങ്ങനെ VIPകൾ വരാൻ സമയമായി. ചെണ്ടമേളവും വാദ്യഘോഷങ്ങളും എല്ലാം ആയിട്ടാണ് മുത്തുക്കുടയൊക്കെ ആയിട്ടാണ് സ്വീകരിക്കാനായിട്ട് എല്ലാം റെഡിയായി. പിന്നെ ദേവയാനിയെടുത്തും താലമൊക്കെ ആയിട്ട് നവ്യയും എല്ലാവരും ഉണ്ട്. അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവരിപ്പോൾ എത്താറായി എന്ന് പറയുന്നു. വന്നിറങ്ങുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആദർശവും നയനയാണ്. ഇത് കാണുമ്പോൾ അവന്തികയും ജലജയും ജാനകിയും ഒക്കെ കണ്ണ് തള്ളിപ്പോവാണ്. ഒപ്പം തന്നെ ദേവയാനിക്കൊക്കെ സന്തോഷമാകുന്നുണ്ട്, തൻ്റെ മോനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നില്ല. അത് ഒട്ടും പറയേണ്ട കാര്യം തന്നെയില്ല. ഭയങ്കര സന്തോഷത്തിലാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു വരവാണ്. അപ്പോൾ അനിക്കും അതിലേറെ സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവരാണ് നമ്മുടെ VIPകൾ, നമ്മളുടെ ഈ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് ആധാരം, കഷ്ടപ്പെട്ടതും ഒക്കെ ഇവർ തന്നെയാണ്. അപ്പോൾ ഇവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ VIP ആയിട്ട് അപ്പം അങ്ങനെ സ്വീകരിക്കുകയാണ്. പിന്നെ എൻ്റെ മോൻ ഇവിടുന്ന് പടിയിറങ്ങി പോയപ്പോൾ നല്ല തലയെടുപ്പോടു കൂടി തന്നെയാണ് പോയത്. അതുപോലെ തന്നെ തിരിച്ചു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കള്ളത്തരങ്ങളൊക്കെ കാട്ടിയതും. കാരണം അവനെ ആ ഒരു ഇവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ ആ ഒരു മനസ്സുണ്ടാക്കിയാൽ മാത്രമേ അവൻ ഈ നമ്മുടെ ശത്രു ആരെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ, ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. അത് അവൻ കണ്ടുപിടിക്കുകയും ചെയ്തു. നാഗേന്ദ്രനായിരുന്നു അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു, അയാളെ അവൻ കണ്ടുപിടിച്ചു. അപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി. പിന്നെ അതുപോലെ നമ്മുടെ ജ്വല്ലറിയുടെ മുത്തീസ് ജ്വല്ലറിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതും പ്രവർത്തിച്ചതും ഇതിനെല്ലാം പിന്നിൽ, നമ്മുടെ നേട്ടത്തിന് പിന്നിൽ ഇവൻ തന്നെയായിരുന്നു. അപ്പോൾ അവനല്ലേ നമ്മുടെ ഈ വീടിൻ്റെ നെടുന്നു. അപ്പോൾ അവരെ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല, അതുപോലെ തന്നെ ജാനകിക്കും. അതോടൊപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അനിയാണ്. അനി പറയുന്നുണ്ട്, അത് മുത്തശ്ശൻ പറയേണ്ട കാര്യമില്ല, എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ ഏറ്റവും പ്രയത്നിച്ചത് ഏട്ടനാണ് ആ സ്ഥാനത്ത് തന്നെ ഇരിക്കേണ്ടതെന്ന് കൂടി പറയുകയാണ്. അതുമാത്രമല്ല മുത്തശ്ശൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഇനി നമ്മുടെ കമ്പനിയുടെ തലപ്പത്തിരിക്കേണ്ടത് അവനാണ്, ആദർശാണ്. ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ജാനകി ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ജലജ ആ ഒരു നോട്ടം അതിൽ തന്നെ എല്ലാം ഉണ്ട്. കാരണം ഇനിയിപ്പോൾ MD സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ അനിക്കാണെങ്കിൽ അതിലേറെ സന്തോഷം. അനി പറയുന്നത്, മുത്തശ്ശൻ പറഞ്ഞില്ലെങ്കിൽ കൂടി ഞാൻ ആ സ്ഥാനം ഏട്ടനെ ഏൽപ്പിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഏട്ടൻ ഈ ഒരു സ്ഥാനം ഒന്ന് ഏറ്റാൽ മതി, എനിക്ക് ഈ സ്ഥാനം ഒഴിഞ്ഞാൽ മതി, ഏട്ടനാണ് ആ അപ്പോൾ ആദർശ് പറയുന്നത്, വേണ്ട, എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശനും അനി ഒന്നും സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ കമ്പനിയുടെ തലപ്പത്തേക്ക് വരേണ്ടതും ആദർശാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്ഥാന കൈമാറ്റവും അതുപോലെ തിരിച്ചുവരവും എല്ലാമാണ് പത്രമായിട്ടില്ല നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടപ്പോൾ ആകെ അവന്തേക്ക് വിഷമമായി. കാരണം അനിയുടെ MD സ്ഥാനം പോവുമല്ലേ, കല്യാണം കഴിക്കാനായിട്ട് ഇരുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയും ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കിടിലനൊരു എപ്പിസോഡിൻ്റെ രംഗങ്ങളാണ് ഇനിയിപ്പോൾ നമുക്ക് പത്രമാറ്റിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.